നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പക്ഷിപ്പനി നിരീക്ഷണത്തിനായി കേന്ദ്ര സംഘമെത്തി. പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് അവലോകന യോഗത്തിൽ തീരുമാനം. രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംഘം എത്തിയത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. തിങ്കൾ മുതൽ ബുധൻ വരെ മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും തീവ്ര മഴയ്ക്കും സാധ്യത. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മെഗാ ക്ലീനിംഗ് പരിപാടി ആരംഭിച്ചു. 2 ദിവസങ്ങളിലായിട്ടാണ് ശുചീകരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിന് മാതൃകയായ കേരളത്തിൻ്റെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് 26 വയസ്സ്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് കുടുംബശ്രീ. ബൈബിളിലെ പ്രധാന തലവാചകങ്ങൾ ഏത് പേജിലാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതിനുള്ള സൂചിക തയ്യാറാക്കി മുഹമ്മ സ്വദേശിനി. യോഗ്യ വീട്ടിൽ അഡ്വക്കേറ്റ് ജെയിംസ് ചാക്കോയുടെ ഭാര്യ കൊച്ചു ത്രേസ്യയാണ് ബൈബിളിന് സൂചിക തയ്യാറാക്കിയത്. വാർത്തകൾ വിശദമായി. പക്ഷിപ്പനി പടരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം ആലപ്പുഴ ജില്ലയിലെത്തി. പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന കാര്യം പരിശോധിക്കാൻ അവലോകന യോഗത്തിൽ തീരുമാനം. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് കേന്ദ്ര സംഘം എത്തിയത്. കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ പരിഗണിച്ച പക്ഷിപ്പനി നിരീക്ഷണത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്ര സംഘം ഉൾപ്പെട്ട പക്ഷിപ്പനി അവലോകന യോഗം. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സംഘം ജില്ലയിലെത്തിയത്. രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രമല്ലാതെ മുഴുവൻ സമയ നിരീക്ഷണ സംവിധാനം കൂടുതൽ ഊർജിതമാക്കണമെന്നും കോണ്ടൂർ കൺവെൻഷൻ സെന്ററിൽ ചേർന്ന യോഗം നിർദ്ദേശിച്ചു. ജില്ലയിലെ പക്ഷിപ്പനി നിരീക്ഷണ സംവിധാനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവയും യോഗം വിലയിരുത്തി. Surveillance, I think we have discussed in a greater detail that knowingly, unknowingly, willingly, unknowingly, intentionally, unintentionally, we are not being doing the surveillance during the peace time. We are only doing the surveillance during the outbreak situation, which actually didn't allow us to catch the virus or disease as an early warning symptom. We caught off guard when there was already outbreak has been there. So that is one situation. കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം കമ്മീഷണർ ഡോക്ടർ അഭിജിത് മിത്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയിലെത്തിയത്. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സി ടോഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ആൻഡ് ഡിസീസ് ഇൻഫർമാറ്റിക്സ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ബുദ്ധസൻ ചന്ദ്ര, കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡോക്ടർ ആദിരാജ് മിശ്ര എന്നിവരടങ്ങുന്നതാണ് സംഘം. യോഗത്തിൽ സംസ്ഥാന വെറ്റിനറി കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ എ കൗശികൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സുരേഷ് പണിക്കർ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ രാജീവ്, ജില്ലാ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ വൈശാഖ് മോഹൻ, ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ എസ്.എൻ. ജീന, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പക്ഷിപ്പനി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ടെന്ന് യോഗം വിലയിരുത്തി. വൈറസിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് പ്രധാനം. ഇതിനായി ദേശാടന പക്ഷികൾ, തണ്ണീർത്തട പക്ഷികൾ എന്നിവയിൽ നിന്ന് കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വളർത്തുപക്ഷികളെയും നിരീക്ഷിക്കണമെന്ന് യോഗം വിലയിരുത്തി. കുട്ടനാട്ടിലെ താറാവ് വളർത്തു രീതി മനസ്സിലാക്കാൻ ചമ്പക്കുളം പഞ്ചായത്തിലെ താറാവ് വളർത്തൽ സംഘം സന്ദർശനം നടത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. പക്ഷിപ്പനിയെ തുടർന്ന് തലവടി, ചമ്പക്കുളം, തഴക്കര മേഖലകളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 13,000-ഓളം പക്ഷികളെ കൊന്ന് കത്തിക്കാനാണ് തീരുമാനം. 10 കിലോമീറ്റർ ചുറ്റളവിൽ മുട്ടയും ഇറച്ചിയും കാഷ്ടവും വിൽപ്പന നടത്തുന്നതും ഉപയോഗവും നിരോധിച്ചു. തലവടി, തഴക്കര, ചമ്പക്കുളം എന്നിവിടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശത്ത് താറാവ്, കോഴി, കാട, മറ്റ് വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം തുടങ്ങിയവയുടെ ഉപയോഗവും വിപണനവും കടത്തും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. ഇതുപ്രകാരം കൈനഗിരി, നെടുമുടി, ചമ്പക്കുളം, അമ്പലപ്പുഴ തെക്ക്, തകഴി, വീയപുരം, തലവടി, മുട്ടാർ, രാമങ്കരി, വെളിയനാട്, കാവാലം, അമ്പലപ്പുഴ വടക്ക്, നീലംപേരൂർ, പുന്നപ്ര തെക്ക്, കുമാരപുരം, ചെന്നിത്തല, കരുവാറ്റ, പള്ളിപ്പാട്, എടത്വ, പുളിങ്കുന്ന്, തഴക്കര, വെൺമണി, നൂറനാട്, ചുനക്കര, മാവേലിക്കര, തെക്കേക്കര, മുളക്കുഴ, ആല, ചെറിയനാട്, പുലിയൂർ, ഭരണിക്കാവ്, താമരക്കുളം, വള്ളിക്കുന്നം, പാലമേൽ, മാവേലിക്കര നഗരസഭ, മാന്നാർ, ബുധനൂർ, ഹരിപ്പാട് നഗരസഭ, തിരുവൻവണ്ടൂർ, പാണ്ടനാട് പ്രദേശങ്ങളിൽ ഇവയുടെ ഉപയോഗവും വിപണനവും കടത്തലും മെയ് 25 വരെ നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു.
പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് കള്ളിങ് പൂർത്തിയായി. 3 മാസത്തേക്ക് പക്ഷികളെ വളർത്തുന്നതും നിരോധിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കൾ മുതൽ ബുധൻ വരെ മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. റായലസീമയ്ക്കും വടക്കൻ തമിഴ്നാടിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ചക്രവാത ചുഴിക്ക് കുറുകെ തെക്കൻ ചണ്ഡീഗഡിൽ നിന്നും കോമോറിൻ മേഖലയിലേക്ക് ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ചക്രവാത ചുഴി തെക്കൻ തമിഴ്നാടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. മെയ് 17 മുതൽ 21 വരെ ശക്തമായ പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ അടുത്ത 7 ദിവസം ഇടിമിന്നൽ, കാറ്റ് എന്നിവയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 20, 21 തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് 17 മുതൽ 21 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ടൈനൂസ്, ആലപ്പുഴ. മറ്റൊരു വാർത്തയിലേക്ക്. ചേർത്തലയ്ക്കടുത്ത് പള്ളിപ്പുറത്ത് ഭർത്താവിൻ്റെ കുത്തേറ്റ് ഭാര്യ മരിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് 16-ാം വാർഡിൽ വല്യവെളി രാജേഷിൻ്റെ ഭാര്യ അമ്പിളിയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. പള്ളിച്ചന്തയിൽ ശനിയാഴ്ച വൈകിട്ട് 6:30-യോടെയാണ് രാജേഷ് അമ്പിളിയെ കുത്തിയത്. അതീവ ഗുരുതരമായി പരിക്കേറ്റ അമ്പിളിയെ ചേർത്തല KVM ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായിരുന്നു. തിരുനെല്ലൂർ ബാങ്കിലെ കളക്ഷൻ ഏജന്റാണ് അമ്പിളി. രാജേഷ് ജലഗതാഗത വകുപ്പ് ജീവനക്കാരനും. ടൈം ന്യൂസ്, ചേർത്തല. സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആലപ്പുഴ ജില്ലയിൽ 2 ദിവസങ്ങളായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നാടെങ്ങും തുടക്കം. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ജനകീയ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. ആരോഗ്യ ജാഗ്രതാ പദ്ധതിയിൽ സംസ്ഥാന വ്യാപകമായി പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുവാൻ സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തതിൻ്റെ ഭാഗമായാണ് നഗരത്തിലെ 14 റോഡരികുകൾ നഗരസഭ ജനകീയമായി ശുചിയാക്കിയത്. 11 കിലോമീറ്റർ പാതയോരമാണ് 300ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ശുചീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായി 2 ടൺ മാലിന്യം ശേഖരിച്ച് നീക്കം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ TS അജയകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തീരുമാനമനുസരിച്ച് 18, 19 തീയതികളിൽ നമ്മൾ നമ്മുടെ പരിസരങ്ങളെല്ലാം ശുചീകരിക്കുക, ഓഫീസുകളെല്ലാം ശുചീകരിക്കുക, അങ്ങനെയുള്ള ഒരു പ്രക്രിയയിൽ കൂടി ഇന്ന് നഗരസഭാ തലത്തിൽ നമ്മൾ 14 സ്ഥലത്താണ് ക്ലീനിങ് ചെയ്യുന്നത്. അത് ഇന്നലെ നാളെ നമ്മളുടേതായിട്ടുള്ള എല്ലാ വാർഡുകളും, പ്രത്യേകിച്ച് വാർഡുകളിലും നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത ദിവസം തന്നെ മഴയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭ ശുചിത്വ അംബാസഡർ ഡോക്ടർ ബിജു മല്ലാരി മുഖ്യാതിഥിയായിരുന്നു. എല്ലാ വർഷം ചെയ്യുന്ന പോലെ ഈ വർഷം വളരെ ഗംഭീരമായിട്ടാണ് ചേർത്തലയിലെ സാധാരണക്കാരായ ജനങ്ങളും എല്ലാവരും കൈകോർത്ത് രാവിലെ തന്നെ 7:30 മണിക്ക് നമ്മുടെ ക്ലീനിങ് വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശോഭ ജോഷി, A. സാബു, മാധുരി സാബു, കൗൺസിലർ B. ഫാസി, ഹരിത ഓഡിറ്റ് അംഗം അരുൺ കെ. പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി TK സുജിത്ത് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ S. സുദീപ് നന്ദി പറഞ്ഞു. എല്ലാ വാർഡുകളിലെയും പൊതുസ്ഥാപനങ്ങൾ, റോഡുകൾ, ഇടവഴികൾ, പൊതുകിണറുകൾ, തോടുകൾ മുതലായവയും വീടുകളും ശുചീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ശുചീകരണത്തിൻ്റെ ഭാഗമായി ശേഖരിച്ച ജൈവ മാലിന്യങ്ങൾ എയറോബിക് യൂണിറ്റിലേക്കും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേന വഴി റീസൈക്ലിംഗ് യൂണിറ്റിലേക്കും എത്തിച്ചു. ശുചീകരണ യജ്ഞത്തിൽ നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, നൈപുണ്യ കോളേജ് എന്നിവിടങ്ങളിലെ NSS വളണ്ടിയർമാർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ എഞ്ചിനീയർ PR മായാദേവി, വിവിധ വകുപ്പ് മേധാവികളായ TS സജി, R സുധീഷ്, P പ്രശാന്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്റ്റാലിൻ ജോസ് PD, സുനിലാൽ S, ബിസ്മി റാണി LR, NSS പ്രോഗ്രാം ഓഫീസർ അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. മറ്റൊരു വാർത്തയിലേക്ക്. BJP നേതാവ് ശോഭ സുരേന്ദ്രൻ്റെ പരാതിയിൽ വിവാദ ദല്ലാൾ TG നന്ദകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു. ആലപ്പുഴ പുന്നപ്ര പോലീസാണ് ചോദ്യം ചെയ്തത്.
നന്ദകുമാർ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഭർത്താവ്, രജിസ്റ്റേർഡ് ഭർത്താവ് സുരേന്ദ്രൻ, സംരക്ഷിത ഭർത്താവ് മോഹൻദാസ് എന്നാണ്. ശോഭാ സുരേന്ദ്രൻ രജിസ്റ്റേർഡ് മാരേജ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ രജിസ്റ്റേർഡ് ഭർത്താവ് അത് ഒഫീഷ്യലി. മറ്റത് അവരെ സംരക്ഷിക്കുന്ന ഭർത്താവാണ് മോഹൻദാസ്. ആ മോഹൻദാസിൻ്റെ ഭാര്യ പ്രസന്നയുടെ പേരിൽ കിട്ടുന്ന പവർ ഓഫ് അറ്റോർണി വഴിയെത്തിയ പ്രോപ്പർട്ടിയാണ് എനിക്ക് കൊണ്ടുവന്ന് നമ്മൾ പണം വാങ്ങിയത്. മനസ്സിലായില്ലേ? ആരോപണത്തിൽ സംശയം എന്താ? ഞാൻ ചോദിട്ടെ, എന്നെ പോലീസ് വിളിച്ചു, നോട്ടീസ് തന്നു, ഇന്ന് തന്നെ എത്തണം എന്ന് പറഞ്ഞു. ഞാൻ നാളേക്ക് വെച്ചിരുന്നു. അപ്പം ഒരു ശോഭാ സുരേന്ദ്രനോട് ഫൈറ്റ് കണ്ടിന്യൂ ചെയ്ത് തന്നെ ഒന്നുമില്ലല്ലോ നിയമപരമായിട്ടുള്ള കാര്യം. സ്ത്രീത്വത്തെ അപമാനിക്കൽ, വ്യക്തിഹത്യ എന്നീ വകുപ്പുകളാണ് നന്ദകുമാറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നന്ദകുമാർ പറഞ്ഞു. ഞാൻ ശോഭാ സുരേന്ദ്രനെതിരെ, സുധാകരനെതിരെ ഇത് ഗൂഢാലോചനയാണ് ജാവദേക്കർ മീറ്റിംഗ് ഒരു പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷണം നടത്തില്ല. അതിനെതിരെ ഞാൻ റിട്ട് മൂവ് ചെയ്തു. ആ റിട്ട് ഇന്നലെ വന്നു. അത് തിങ്കളാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് നിയമപരമായിട്ട് ഒരു സംശയമില്ല. അനിൽ ആന്റണിയും സുരേന്ദ്രനും എന്നെ വികലമോഷ്ടാവെന്ന് പറഞ്ഞു. അതിനുള്ള ഡിഫോർമേഷൻ ഫയൽ ചെയ്യണം. എൻ്റെ നിയമ നടപടി ഒന്നും മാറില്ല. എനിക്ക് നിയമ നടപടി എങ്ങനെ നടത്തണം എന്നറിയാം. അപ്പോൾ പോലീസ് വിളിച്ചു. ഞാൻ നല്ലത് കേട്ടോ വന്നു. ഞാൻ വന്നു. കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും നന്ദകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഹരിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ്റെ മരണം പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറായി. അരളിച്ചെടിയുടെ വിഷാംശം ഉള്ളിൽ ചെന്നതാകാം ഹൃദ്രോഗത്തിന് വഴിയൊരുക്കിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ല. പള്ളിപ്പാട് നീണ്ടൂർ കോണ്ടിലെത്ത സൂര്യ സുരേന്ദ്രൻ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ അരളിച്ചെടിയുടെ വിഷം ഉള്ളിൽ ചെന്നതാണ് ഹൃദ്രോഗത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ. നഴ്സായ സൂര്യ വിദേശത്ത് ജോലിക്കായി പുറപ്പെടുമ്പോഴായിരുന്നു അത്യാഹിതം സംഭവിച്ചത്. ഇവരുടെ വീടിന് സമീപത്തെ അരളിച്ചെടിയുടെ ഇലയും പൂവും സൂര്യയുടെ രക്തസാമ്പിളും 3 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തെ ലാബിൽ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ ഫലം കിട്ടിയിട്ടില്ല. അത് ലഭിച്ചാലേ അരളിച്ചെടിയുടെ വിഷം ഉള്ളിൽ ചെന്നിരുന്നു എന്ന് സ്ഥിരീകരിക്കാനാവൂ. അതിനുശേഷമാവും പോലീസ് അന്തിമ റിപ്പോർട്ട് നൽകുക. ലോകത്തിന് മാതൃകയായ കേരളത്തിൻ്റെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് 26 വയസ്സ് തികയുന്നു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് കുടുംബശ്രീ പ്രസ്ഥാനം. ലോകത്തിന് മാതൃകയായ കേരളത്തിൻ്റെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് 26 വയസ്സ്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് കുടുംബശ്രീ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1998 കുടുംബശ്രീ രൂപീകരിച്ചത്. ഇന്ന് അതൊരു വലിയ ബ്രാൻഡായി വളർന്നിരിക്കുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നയനാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുമാണ് കുടുംബശ്രീയുടെ ശില്പികൾ. സ്ത്രീകളെ സംഘടിപ്പിച്ച് എന്തു നേടുമെന്ന പരിഹാസത്തിന് 1/4 നൂറ്റാണ്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് മറുപടി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വനിതാ കൂട്ടായ്മകൾ. കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയായ വനിതാ കൂട്ടായ്മ 26 വർഷം പിന്നിടുകയാണ്. ഈ മെയ് 17-ാം തീയതി കുടുംബശ്രീ ദിനത്തിൽ ADS തലത്തിൽ അയൽക്കൂട്ട ADS തലം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികളുമായിട്ടാണ് 26-ാം വർഷത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ADS തല റിക്രിയേഷൻ ആൻഡ് കൾച്ചറൽ സെൻ്ററുകൾ എല്ലാ കുടുംബശ്രീ ADSകളിലും സ്ഥാപിച്ചുകൊണ്ട് കുടുംബശ്രീ കൂട്ടായ്മയുടെ സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ 26-ാം വർഷത്തിൽ നടപ്പിലാക്കുന്നത്. കലാരംഗത്തുള്ള അവരുടെ സർഗ്ഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും അതോടൊപ്പം ഒട്ടനവധി പ്രോഗ്രാമുകളാണ് 26-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്നത്. 25-ാം വാർഷികം 1 വർഷം നീണ്ടുനിന്ന പരിപാടികളുമായിട്ട് അവസാനിക്കുമ്പോൾ 26-ാം വർഷത്തിൽ അയൽക്കൂട്ട ADS തലങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. സമസ്ത മേഖലകളിലും കുടുംബശ്രീയുടെ പങ്കാളിത്തം ഉറപ്പായി കഴിഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തും കുടുംബശ്രീ വനിതകൾക്ക് സമ്മാനിച്ചു. നവകേരള സൃഷ്ടിക്ക് കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് ആർക്കും തള്ളിപ്പറയാനാവില്ല. കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിനും സ്ത്രീയാവുകയാണ് കുടുംബശ്രീ. നിരവധിയായ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബശ്രീക്ക് 26 വയസ്സ് തികയുന്നു. സ്ത്രീ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി രൂപീകരിച്ച് സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തി വിജയഗാഥ രചിക്കുന്ന കുടുംബശ്രീക്ക് പകരം വയ്ക്കാൻ ലോകത്ത് മറ്റൊരു സംവിധാനമില്ല എന്നത് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ കുടുംബശ്രീ ലോകത്തിന് മാതൃകയാണെന്ന് വാഴ്ത്തിപ്പാടുന്നത്. ചേർത്തല നഗരസഭ CDSൻ്റെ നേതൃത്വത്തിൽ എന്നിടം പരിപാടി സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ 26-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നിടം പരിപാടി സംഘടിപ്പിച്ചത്.
ചേർത്തല നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ എന്നിടം പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭയിലെ 35 വാർഡുകളിലും ADSകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് 26ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. CDS തല ഉദ്ഘാടനം കരുവ ഗവൺമെൻറ് LP സ്കൂളിലാണ് നടന്നത്. അയൽക്കൂട്ട അംഗവും അഗതിരഹിത കേരളം പദ്ധതി ഗുണഭോക്താവുമായ ലീലാമണിയമ്മ പാട്ടുപാടി എന്നിടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മാധുരി സാബു, കൗൺസിലർ B ഫാസി, CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P ജ്യോതിമോൾ, വൈസ് ചെയർപേഴ്സൺ MA മഞ്ജു, മെമ്പർ സെക്രട്ടറി നസിയ നിസാർ, കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഷാരിമോൾ, മൾട്ടി ടാസ്ക് പേഴ്സൺ സുചിത്ര, മുൻ CDS ചെയർപേഴ്സൺ ജലജാമണി തുടങ്ങിയവർ പങ്കെടുത്തു. ബാലസഭ, കുടുംബശ്രീ, ഓക്സിലറി അംഗങ്ങൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തലയിൽ നീന്തൽ പരിശീലനം. മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും വേൾഡ് മലയാളി ഫെഡറേഷനും സംയുക്തമായി ചേർന്നാണ് ചേർത്തല നഗരസഭയുടെ സഹകരണത്തോടെ സ്വിമ്മിംഗ് പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതായത് ഒരു വർഷം വാർഷിക കണക്കെടുത്ത 2000-ലധികം കുട്ടികളാണ് മുങ്ങി ജലസംബന്ധമായ അപകടങ്ങളിൽ അവരുടെ മുങ്ങി മരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പ്രാഥമിക നീന്തൽ അഭ്യസിപ്പിച്ച് അവർക്ക് ജലസംബന്ധമായ ഏതെങ്കിലും ഒരു അപകടത്തിൽ അവർ പെട്ടാലോ മറ്റുള്ളവരാരെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാലോ അവരെ ഒന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ ശാസ്ത്രീയ നീന്തൽ പരിശീലനം നടത്തുന്നത്. അത് സ്വിം കേരള സ്വിം എന്നൊരു പദ്ധതിയാണ് ഞാൻ ആവിഷ്കരിച്ചപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പദ്ധതിയുടെ കീഴിൽ ഓരോ പ്രദേശത്തും പഞ്ചായത്തുകൾ, നഗരസഭകൾ, മറ്റ് സന്നദ്ധ സംഘടനകളോട് ചേർന്നാണ് നീന്തൽ പരിശീലന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം എറണാകുളം ജില്ലയിലെ ചെറായിൽ 100 കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് വൻ വിജയമായി. രണ്ടാം ഘട്ടമാണ് ചേർത്തലയിൽ ഈ മാസം 19-ാം തീയതി മുതൽ തുടങ്ങി 31-ാം തീയതി അവസാനിക്കുന്ന രീതിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിരവധി സാമ്പത്തിക ചെലവുകൾ ഉള്ള ഒരു പദ്ധതിയാണ്. ഒരു കുട്ടിക്ക് ഏകദേശം 2000-ലധികം രൂപയാണ് ഈ ശാസ്ത്രീയമായ പരിശീലനം നൽകുന്നതിനായിട്ട് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. 165 രാജ്യങ്ങളിൽ പ്രാതിനിധ്യമുള്ള സംഘടനയായിട്ട് ചേർന്നുകൊണ്ടാണ് പരിശീലനത്തിനുള്ള ചെലവുകൾ ഏകദേശം കണ്ടെത്തുന്നത്. ജലസമൃദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻനിരയിലാണ് നമ്മുടെ സംസ്ഥാനം എന്നതിനാൽ മലയാളികളുടെ ജീവിതം നേരിട്ട് ജലസമ്പർക്കമുള്ളതാണ്. എന്നിരുന്നാലും നീന്തൽ അറിയാത്തവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും. ഇതുമൂലം ഏറ്റവും കൂടുതൽ ജനങ്ങൾ മുങ്ങി മരിക്കുന്ന നാടാണ് നമ്മുടേത്. പ്രത്യേകിച്ച് കുട്ടികളും യുവാക്കളും. ഒരു വർഷം ഏകദേശം 2000-ലധികം മുങ്ങിമരണങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഇത്രയധികം ജലസമൃദ്ധിയുള്ള നമ്മുടെ നാട് ജലസമാധിയുടെ നാടായി മാറുകയാണ്. ഈ മഹാവിപത്തിനെ പ്രതിരോധിക്കുവാൻ നീന്തൽ പഠനം സ്വയം രക്ഷയ്ക്ക്, പരരക്ഷയ്ക്ക് മികച്ച വ്യായാമം, തൊഴിൽ, മത്സരം എന്ന രീതിയിൽ പഠിപ്പിക്കുവാനുള്ള പദ്ധതിക്കായി ലോകോത്തര നീന്തൽ താരവും പരിശീലകനും ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന ആദ്യ മലയാളിയുമായ SP മുരളീധരന്റെ നേതൃത്വത്തിൽ മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് എന്ന പേരിൽ സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു. സിം കേരള സിം എന്ന പദ്ധതിയിലൂടെ 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ളവർക്ക് ശാസ്ത്രീയമായ രീതിയിൽ ജലസംബന്ധമായ ഏത് അപകടങ്ങളെയും തരണം ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈപവർ നീന്തൽ പരിശീലനം നൽകുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതോടൊപ്പം തന്നെ ജലസംബന്ധമായ അപകടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നും കൂടാതെ ഫസ്റ്റ് എയ്ഡ്, CPR എന്നീ വിദ്യകളും അഭ്യസിക്കുന്നു. ഇതിൻ്റെ ആദ്യഘട്ടമായി 150 കുട്ടികളുടെ പരിശീലനം ചെറായി പള്ളിപ്പുറം കോവിലകത്ത് കടവ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രക്കുളത്തിൽ നവംബർ 3 മുതൽ 2024 ജനുവരി 7 അവസാനിച്ചു. നീന്തൽ വൈദഗ്ധ്യം നേടിയ കുട്ടികൾ വിശിഷ്ട അതിഥികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ പ്രകടനവും നടത്തി. 171 രാജ്യങ്ങളിലായി പ്രാതിനിധ്യമുള്ള ലോക മലയാളി ഫെഡറേഷനും ആസ്ട്രേലിയയിലെ പെർത്ത് യുണൈറ്റഡ് മലയാളി അസോസിയേഷനും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനിയും സഹായങ്ങൾ ആവശ്യമാണ്. 20 ദിവസം പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയും പ്രാഗൽഭ്യം തെളിയിക്കുന്ന കുട്ടികളെ വിദഗ്ധ പരിശീലനം നൽകിയും മത്സരങ്ങൾക്ക് പ്രാപ്തരാക്കാനും ഉദ്ദേശമുണ്ട്. നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നും അതത് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷാ ഫോറം കൗൺസിലർമാരുടെ പക്കൽ ലഭ്യമാണ്. വൈകാതെ മറ്റു പഞ്ചായത്തുകളിലും സിം കേരള സിം പദ്ധതി വ്യാപിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സാഹസിക നീന്തൽ താരം SP മുരളീധരൻ,
വൈസ് ചെയർമാൻ TS അജയ്കുമാർ, നഗരസഭ 9ാം വാർഡ് കൗൺസിലർ PS ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. തനിച്ച് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആലപ്പുഴ വള്ളികുന്നത്താണ് സംഭവം. വള്ളികുന്നം കാമ്പിശ്ശേരി ആനന്ദ ഭവനത്തിൽ 77 വയസ്സുള്ള ഓമനാമ്മയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചയോടെ മോഷണം നടന്നത്. അവിവാഹിതയായ ഓമനയമ്മ തനിച്ചായിരുന്നു താമസം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ആഭരണങ്ങൾ അലമാരയിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ആലപ്പുഴയിൽ നിന്നും വിരലടയാള വിദഗ്ധരും വള്ളികുന്നം പോലീസും പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. എൻ്റെ കയ്യിൽ കിടന്ന വളയും അവിടെ മാല നേരത്തെ ഊരി വെച്ചിരുന്നു. എൻ്റെ മാലയും രണ്ടും കൂടെ ചേർന്നിട്ട് ഞാൻ ഈ അലമാരിക്കകത്തൊരു പേഴ്സ് കിടന്നു. ആ പേഴ്സിനകത്തോട്ട് വെച്ച് അലമാരി അങ്ങ് അടച്ചു. മെനഞ്ഞാന്ന് രാവിലെയാണ് പിന്നെ ഇത് നോക്കിയപ്പോഴാണ് സാധനം കണ്ടില്ല. അന്നേരം മുതൽ നോക്കുക നടന്നങ്ങ് ഇതുവരെ കണ്ടില്ല. അപ്പോഴാണ് മെനഞ്ഞാന്ന് പിന്നെ അങ്ങോട്ട് വിളിച്ചത്. ടൈനൂസ് ആലപ്പുഴ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജില്ലാ ഫാമിലി കോൺഫറൻസ് ഞായറാഴ്ച നടക്കും. വടുതല കാട്ടുപുറം മൈതാനിയിലാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പൂച്ചാക്കലിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് TN അബ്ദുൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിക്കും. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് നസീബ് കുഞ്ഞ് മുഹമ്മദ്, വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹീം വടുതല, ജില്ലാ ഫാമിലി കോൺഫറൻസ് സ്വാഗതം ചെയർമാൻ ബഷീർ കണ്ടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ ഫാമിലി കോൺഫറൻസ് ഞായറാഴ്ച അരുക്കുറ്റി വടുതല കാട്ടുപുറം ഗ്രൗണ്ടിൽ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 4-ന് നടക്കുന്ന കോൺഫറൻസ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനാകും. അഡ്വക്കേറ്റ് AM ആരിഫ് MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഹാരിസ് മദനി കായക്കൊടി, മക്കൾ ആശയും ആശങ്കയും എന്ന വിഷയത്തിൽ ചെയർമാൻ ബഷീർ കണ്ടത്തിൽ, ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹീം വടുതല, കുടുംബം കാഴ്ചയും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലിം, വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന വിഷയത്തിൽ ഷിഹാബ് എടക്കര എന്നിവർ ക്ലാസ് എടുക്കും. അരുക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് വെള്ളെഴുത്ത്, കാട്ടുപുറം പള്ളി ഖത്തീബ് ഷാജഹാൻ മൗലവി, വാർഡ് മെമ്പർ ഷാനവാസ് എന്നിവർ ആശംസകൾ അർപ്പിക്കും. സെക്രട്ടറി CA ഷാബിദ് സ്വാഗതവും മണ്ഡലം സെക്രട്ടറി രാജ് P അബ്ദുല്ലാഹ് നന്ദിയും പറയും. സ്വാഗത സംഘം ചെയർമാൻ ബഷീർ കണ്ടത്തിൽ, വിസ്ഡം ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ഷാബിദ്, വിസ്ഡം യൂത്ത് ജില്ലാ പ്രസിഡന്റ് നസീബ് കുഞ്ഞുമുഹമ്മദ്, വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹീം, ഫാമിലി കോൺഫറൻസ് മീഡിയ കൺവീനർ അബ്ദുൾ ജവാദ്, പ്രോഗ്രാം കൺവീനർ അഫ്സൽ ഹസൻ എന്നിവർ പൂച്ചാക്കലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ബൈബിളിലെ തലവാചകങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതിനുള്ള സൂചിക തയ്യാറാക്കി മുഹമ്മ സ്വദേശിനി. യോഗ്യ വീട്ടിൽ അഡ്വക്കേറ്റ് ജെയിംസ് ചാക്കോയുടെ ഭാര്യ കൊച്ചു ത്രേസ്യയാണ് ബൈബിളിലെ തലവാചകങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള സൂചിക തയ്യാറാക്കിയത്. അസുലഭമായ ഒരു അവസരം കൈവന്നതിൻ്റെ ആത്മനിർവൃതിയിലാണ് കൊച്ചു ത്രേസ്യ ജെയിംസ്. മുഹമ്മ യോഗ്യ വീട്ടിൽ അഡ്വക്കേറ്റ് ജെയിംസ് ചാക്കോയുടെ ഭാര്യയായ കൊച്ചു ത്രേസ്യ വിശുദ്ധ ബൈബിളിന് സൂചിക തയ്യാറാക്കിയാണ് ശ്രദ്ധ നേടുന്നത്. മറ്റാർക്കും തോന്നാത്ത ഒരു തോന്നലാണ് കൊച്ചു ത്രേസ്യയുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. എന്തുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു സൂചിക ആയിക്കൂടാ എന്ന ചിന്തയാണ് മനസ്സിലുദിച്ചത്. ഇത് യാദൃച്ഛികമല്ലെന്ന വിശ്വാസം കൂടി ആയപ്പോൾ കൊച്ചു ത്രേസ്യയുടെ ചുവടുകൾ ഉറച്ചതായി. 1 മാസം കൊണ്ട് സൂചികയുടെ ഉള്ളടക്കം എഴുതി തീർന്നു. പലതവണ പകർപ്പ് എടുത്ത് തിരുത്തിയ ശേഷം 100 പേജുകളിലായി സൂചിക പൂർത്തിയാക്കി. വിശുദ്ധ തിരുവചന സൂചിക എന്ന പേരിൽ പുസ്തക രൂപത്തിലിറക്കിയ സൂചിക വൈദികർ ഉൾപ്പെടെയുള്ളവരുടെ അനുമോദനം കരസ്ഥമാക്കി. യോഗ്യ വീട് ഫാമിലി അസോസിയേഷൻ്റെ വാർഷികാഘോഷ ചടങ്ങിലായിരുന്നു തിരുവചന സൂചികയുടെ പ്രകാശനം. ബൈബിളിലെ പ്രധാന തലവാചകങ്ങൾ ഏത് പേജിലാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിച്ച് തിരുവചന ഭാഗം വായിക്കുന്നതിന് സൂചിക സഹായിക്കും. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു വാചകം കൂട്ടിച്ചേർക്കാനോ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതാനോ ഒന്നും എനിക്ക് അറിവുള്ള ആളല്ല. പക്ഷേ ദൈവം എന്നെ അതിന് പ്രാപ്തിയാക്കിയ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതായത് ഞാൻ 2015 അമേരിക്കയിൽ പോയ സമയത്ത് അവിടെ വെച്ചൊരു വെളുപ്പിന് എനിക്ക് ഒരു ബോധ്യം തമ്പുരാൻ തരികയാണ്, നീ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ. കാരണം വചനമായിട്ട് എനിക്ക് അത്രയധികം അഭേദ്യമായൊരു ബന്ധമുണ്ടായിരുന്നു എനിക്ക്. ഞാനൊരു കരിസ്മാറ്റിക് ജീവിതം നയിക്കുന്ന ആളാണ്.
ദൈവവചനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതാണ്. കാരണം വചനം നമ്മളെ പഠിപ്പിക്കും, വചനം നമ്മളെ തിരുത്തും, വചനം നമുക്ക് അറിയാത്തത് പറഞ്ഞു തരും, വചനം നമ്മെ ശാസിക്കും. അങ്ങനെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ കല്ലിനോടും മുള്ളിനോടും അല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ സത്യദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും സൂചിക തയ്യാറാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവർക്ക് ചെറിയൊരു ആമുഖ വായനയോടെ ഉൽപ്പത്തിയിലേക്ക് കടക്കാം. ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്ന ഭാഗത്തെക്കുറിച്ച് അറിയാൻ പേജ് നമ്പർ 2 നോക്കണമെന്ന സൂചികയിൽ പറയുന്നു. അബ്രഹാമിൻ്റെ ബലിയെക്കുറിച്ച് അറിയണമെങ്കിൽ പേജ് നമ്പർ 17 നോക്കാമെന്ന സൂചിക ചൂണ്ടിക്കാട്ടുന്നു. മോശയുടെ ജനനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലെ 50-ാം പേജിലേക്ക് സൂചിക വിരൽ ചൂണ്ടുന്നു. ഏതാണെങ്കിലും ശ്രദ്ധേയമായൊരു നീക്കമാണെന്ന് കൊച്ചുത്രേസ്യ പറയുന്നു. ടൈം ന്യൂസ്, ചേർത്തല. പത്തിയൂരിലെ നിർധന കുടുംബത്തിന് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ കൈത്താങ്ങ്. കറവ പശു ചത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബത്തിന് പശുവിനെ കൈമാറിയാണ് കൂട്ടായ്മ തണലൊരുക്കിയത്. പത്തിയൂരിലെ നിർധനയായ വീട്ടമ്മയ്ക്ക് പശുവിനെ സമ്മാനിച്ച് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ. പത്തിയൂർ സ്വദേശിയായ രാധാമണി എന്ന വീട്ടമ്മയ്ക്കാണ് പാല് വിറ്റ് കിട്ടിയ കാശുകൊണ്ട് പശുവിനെ വാങ്ങി നൽകിയത്. രാധാമണിയുടെ ഭർത്താവും രോഗിയും +2 പഠിക്കുന്ന മകൾക്കും കുടുംബത്തിനാകെ ആശ്രയവുമായിരുന്ന പശു ചത്തുപോയതോടെയാണ് ഈ കുടുംബത്തിൻ്റെ ജീവിതം വഴിമുട്ടിയത്. ഈ സാഹചര്യത്തിലാണ് ഇവരെ സഹായിക്കാൻ ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിൻ്റെ നേതൃത്വത്തിലുള്ളവർ പുതിയൊരു പശുവിനെ വാങ്ങി നൽകിയത്. ചെയർമാൻ ഷാജി കെ ഡേവിഡ്, ജോമോൻ, ലല്ലൂബ, ജോൺ അറിയാസ്, അഷ്റഫ് തുടങ്ങിയവർ ഗോദാന ചടങ്ങിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ഹരിപ്പാട്. ചേർത്തല NSS കോളേജിന് സമീപത്ത് അഗ്നിബാധ. KCB ട്രാൻസ്ഫോമറിന് സമീപത്താണ് അഗ്നിബാധയുണ്ടായത്. ചേർത്തലയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പള്ളിപ്പുറം NSS കോളേജിന് സമീപത്ത് അഗ്നിബാധ. NSS കോളേജിന് സമീപത്തെ ട്രാൻസ്ഫോമറിനടുത്താണ് ശനിയാഴ്ച ഉച്ചയോടെ തീപിടിച്ചത്. തീയും പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിൽ അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ട്രാൻസ്ഫോമറിനോട് ചേർന്ന് തീ പടർന്നതിനാൽ ആശങ്കയും സംജാതമായി. ട്രാൻസ്ഫോമറിൽ നിന്ന് ചെറിയ ശബ്ദത്തോടെ തീപ്പൊരി വീണതാണെന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു. എന്നാൽ ഇതിന് സ്ഥിരീകരണമില്ല. ടൈം ന്യൂസ്, ചേർത്തല. 26 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വയലാർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ പ്രഥമാധ്യാപിക ലിസി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. 26 വർഷത്തെ സർവീസ് ജീവനത്തിന് ശേഷം മെയ് 31-നാണ് വിരമിക്കുന്നത്. ശനിയാഴ്ച രാവിലെ സ്കൂൾ ഹാളിൽ ചേർന്ന യാത്രയയപ്പ് ചടങ്ങിൽ സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ ഫാദർ ലോറൻസ് പൊള്ളയിൽ അധ്യക്ഷത വഹിച്ചു. ഇത്രയും നാള് ഒത്തിരി കുഞ്ഞുങ്ങളെ കാണാനായിട്ട് സാധിച്ചു, ഒത്തിരി കുട്ടികളെ വളർത്താനായിട്ട് സാധിച്ചു, ലക്ഷ്യബോധത്തിലേക്ക് നയിക്കാനായിട്ട് സാധിച്ചു. ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും. ഇപ്പോൾ ടീച്ചർ പോകുമ്പോൾ ഞാൻ പറയുന്നു, ടീച്ചർ മാറി നിൽക്കരുത് വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നിന്ന്. കാരണം ഒത്തിരി കഴിവും പ്രാപ്തിയും ആരോഗ്യവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്, മറിച്ച് ഇടപെടണം, ഇവിടെയും വരണം, ഇടക്കിടക്കൊക്കെ സജഷൻസ് കൊടുക്കണം. 1998 ജൂണിൽ ടീച്ചറിന്റെ സർവീസ് ആരംഭിച്ച സ്കൂളിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്യാൻ ഇടയായത് ദൈവത്തിന്റെ ഒരു പ്രവർത്തനമാണെന്ന് ഫാദർ കൂട്ടിച്ചേർത്തു. PTA പ്രസിഡന്റ് അനീഷ്, വാർഡ് മെമ്പർ ഇന്ദിരാ ജനാർദ്ദനൻ, കനിവ് ഭാരവാഹികളായ കോമളാക്ഷപ്പണിക്കർ, ജെയിംസ് എബ്രഹാം, കനിവ് ഭാരവാഹി വേണുഗോപാലപിള്ള, സീനിയർ ടീച്ചർ ഹെലൻ ജൂഡി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് PTA അംഗങ്ങൾ ടീച്ചറിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. തുറവൂർ മഹാക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ തീരുമാനം. ദേവസ്വം കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. തുറവൂർ ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്നത് ഭക്തജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരി ബാബു, അസിസ്റ്റന്റ് കമ്മീഷണർ ഉപ്പലി അപ്പൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുനിൽ പോട്ടച്ചിറ, സെക്രട്ടറി രമേശൻ തുടങ്ങിയവരും ഭക്തജനങ്ങളുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. വർഷങ്ങളായി കൃത്യമായ പരിപാലനവും ഒന്നുമില്ലാതെ ക്ഷേത്ര ഇരുകോവിലുകൾ, നമസ്കാര മണ്ഡപങ്ങൾ, നടപ്പറ മണ്ഡപം എന്നിവയ്ക്ക് ഗുരുതരമായ ജീർണാവസ്ഥ ഉണ്ടായിരുന്നു. ഭക്തജനങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രശ്നപരിഹാരമില്ലാത്ത അവസ്ഥയിലായിരുന്നു ക്ഷേത്രം.
2018-2019 കാലയളവിൽ ഭരണത്തിലിരുന്ന ക്ഷേത്ര ഉപദേശ സമിതി സ്വരൂപിച്ച 45 ലക്ഷത്തോളം രൂപ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഈ തുക വിനിയോഗിച്ച് പണികൾ പൂർത്തിയാക്കണം എന്നാണ് ഭക്തജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. ഭക്തജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ച ദേവസ്വം അധികൃതർ ഉടൻ തന്നെ അറ്റകുറ്റപ്പണികളും മറ്റു പ്രവർത്തനങ്ങളും ആരംഭിക്കാമെന്ന ഉറപ്പിൽ യോഗം പിരിഞ്ഞു. തുറവൂർ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. പക്ഷിപ്പനി നിരീക്ഷണത്തിനായി കേന്ദ്ര സംഘമെത്തി. പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് അവലോകന യോഗത്തിൽ തീരുമാനം. രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംഘം എത്തിയത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. തിങ്കൾ മുതൽ ബുധൻ വരെ മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും തീവ്ര മഴയ്ക്കും സാധ്യത. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മെഗാ ക്ലീനിംഗ് പരിപാടി ആരംഭിച്ചു. 2 ദിവസങ്ങളിലായിട്ടാണ് ശുചീകരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിന് മാതൃകയായ കേരളത്തിന്റെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് 26 വയസ്സ്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ അടയാളപ്പെടുത്തലാണ് കുടുംബശ്രീ. ബൈബിളിലെ പ്രധാന തലവാചകങ്ങൾ ഏത് പേജിലാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതിനുള്ള സൂചിക തയ്യാറാക്കി മുഹമ്മ സ്വദേശിനി. യോഗ്യ വീട്ടിൽ അഡ്വക്കേറ്റ് ജെയിംസ് ചാക്കോയുടെ ഭാര്യ കൊച്ചു ത്രേസ്യയാണ് ബൈബിളിന് സൂചിക തയ്യാറാക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.